മാർവലിൻ്റെ ഇനി വരാനായിട്ട് പോകുന്ന എല്ലാ വലിയ സിനിമകൾക്കും ഒരു കിടിലൻ സ്റ്റാർട്ടിംഗ് ആണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചില ഇവൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഞാൻ ഇന്ന് കണ്ടത്. അപ്പം അതെങ്ങനെ അത് വന്നു, യൂഷ്വലി നമ്മൾ കോമിക്കിൽ എന്താണോ വായിച്ചത് അതേപോലെയൊക്കെ തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഒറിജിനലി നടക്കുന്നത് 1960s ആസ് പെർ കോമിക്കിലും അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന ഫാന്റാസ്റ്റിക് ഫോർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആ 4 ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഒരു വേൾഡിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ 4 പേരെ. അപ്പോൾ ഹീറോസ് ആണ് അവർ. അപ്പോൾ ആ ഒരു വേൾഡിലേക്ക് ഗലാക്ടസ് വരുന്നതും ഗലാക്ടസ് ഈ പറയുന്നത് പോലെ ഈ വേൾഡ് ഡിസ്ട്രോയ് എന്ന് പറയുന്നതും ഈ ഗലാക്ടസിനെ എങ്ങനെ ഇവർ ഡിഫെൻഡ് ചെയ്യുന്നു. സിൽവർ സർഫർ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഒരു മെയിൽ ക്യാരക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് നോർലാഡ് എന്ന് പറയുന്ന ഒറിജിനൽ സിൽവർ സർഫറാണ്. ഇത് ഷല്ലാബാൽ ഒരു ഫീമെയിൽ വേർഷൻ. അപ്പോൾ കോമിക്കും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കോമിക്കിൽ ഷല്ലാബാൽ എന്ന് പറയുന്നത് നോർലാഡിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതാണ് ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ഒരു ഹ്യൂജ് അഡീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്യൂവിൻ്റെയും ഈ പറയുന്ന റീഡിൻ്റെയും ചൈൽഡാണ് ഫ്രാങ്ക്ലിൻ. എങ്ങനെയാണ് ഫ്രാങ്ക്ലിനെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിലൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫുൾ അവഞ്ചേഴ്സ് ടീം വന്നാലും ഫ്രാങ്ക്ലിൻ റിച്ചാർഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും പവർഫുൾ ക്യാരക്ടർ. ഈവൻ ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് മനസ്സിലാവും ആ ഒരു ചൈൽഡ്, ഈവൻ ചൈൽഡായിരിക്കുന്ന സമയത്ത് വരെ ആ ഒരു ഓറ ആ ചൈൽഡിനുണ്ട് എന്നുള്ളത്. അതായത് ഗലാക്ടസിന് വരെ ഈ ഒരു ഇപ്പം ഏത് നിങ്ങൾ മാർവലിലെ ഏത് വില്ലന്മാർ വന്ന് ഫ്രാങ്ക്ലിനെ കണ്ടാലും ഈ വില്ലന്മാർക്ക് ഫ്രാങ്ക്ലിനെ വേണം. അതായത് അത്രയും ഒരു പവർഫുൾ ക്യാരക്ടറാണ്. അപ്പം ഈവൻ ഒരു ബാഡ് ഇൻഫ്ലുവൻസിൽ ഒരു സൂപ്പർ വില്ലൻ ആകാൻ ചാൻസ് ഉള്ള അത്രയും ഒരു കിടിലൻ ക്യാരക്ടറാണ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ എർത്തിനെ ഗലാക്ടസ് മാർക്ക് ചെയ്യുന്നു. ഗലാക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് ബീങ് ആണ്, അല്ലെങ്കിൽ കോസ്മിക് ഗോഡാണ്. ഈ പ്ലാനറ്റ്സ് ആണ് പുള്ളി പറയുന്ന കൺസ്യൂം ചെയ്യുന്നത്. അതായത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ ഗലാക്ടസ് അത്രയും വലിയൊരു കോസ്മിക് ബീങ് ആയതുകൊണ്ട് തന്നെ വലിയ പ്ലാനറ്റിൻ്റെ എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ എർത്തിനെ ഇവർ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ എർത്തിൽ ഇവർ ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. നമ്മൾ യൂഷ്വലി എല്ലാ മാർവൽ സിനിമകളിലും എർത്ത് 616 ആണ് കാണുന്നത്. ഇവിടെ 828 എന്ന് പറയുന്ന വേറൊരു ഡിഫറെൻറ്റ് വേൾഡാണ്. 1960s ആണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഒരു 1960s പോലെയാണ്. പക്ഷേ ഇത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ്. ടെക്നോളജിക്കലി ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ്. അതായത് നമ്മുടെ മാർവലിൽ അവഞ്ചേഴ്സ് ഒക്കെ നടക്കുന്ന അത്രയും ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ് ഈ പറയുന്ന 828 എന്ന് പറയുന്നത്. അപ്പം ഗലാക്ടസ് എന്ന് പറയുന്ന ഒരു ഗോഡ് ലെവൽ കോസ്മിക് ക്യാരക്ടറിനെ അല്ലെങ്കിൽ കോസ്മിക് ഗോഡിനെ ഇവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. കാരണം ഒരു അവഞ്ചേഴ്സ് വന്നാൽ പോലും ഈ പറയുന്ന ഗലാക്ടസിനെ ഗലാക്ടസിനെ കൊല്ലാൻ പറ്റില്ല, ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇവരെങ്ങനെ ഇതിന് ഡിഫീറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്, ഒബ്വിയസ്ലി ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് വേണ്ടിയിട്ടാണ്. അതായത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം അത് ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോറിനൊരു ഓഫർ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കൊടുക്കുക ഗലാക്ടസിന്. അതായത് ഗലാക്ടസിൻ്റെ ഒരു സക്സസർ, അല്ലെങ്കിൽ ഗലാക്ടസ് ഈ പറയുന്ന ഈ ഫ്രാങ്ക്ലിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അത്രയും പവർ കിട്ടും. അപ്പം ഗലാക്ടസിൻ്റെ ഫുൾ ഹങ്കർ മാറും എന്നാണ് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഈ എർത്ത് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. പക്ഷേ ഇവർ ഫ്രാങ്ക്ലിനെ കൊടുക്കില്ല. പിന്നെയാണ് ഈ പറയുന്ന എർത്തിൽ ഗലാക്ടസ് വരുന്നത്. പിന്നെ ഈ പറയുന്നത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാകുന്നത്. അപ്പം നമ്മൾ തണ്ടർ ബോൾസിൽ കണ്ടൊരു സ്പേസ് ഷിപ്പ് ഉണ്ട്. ആക്ച്വലി അത് എങ്ങനെ അവിടെ വരുന്നു എന്ന് അറിയാനായിട്ട് എനിക്ക് സ്റ്റിൽ ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഈ ഒരു സിനിമയിൽ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഈ ഒരു സിനിമയിൽ ടെലിപ്പോർട്ടേഷൻ, ഈ പറയുന്ന ഹൈപ്പർ സ്പേസ് ജമ്പിങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നൈസാണ്. ഈ ഹൈപ്പർ സ്പേസ് ജമ്പിങ് കണ്ടപ്പോൾ എനിക്ക് പറയുന്ന സ്റ്റാർ വാർസ് കണ്ടൊരു ഫീല്, അതേപോലെ തന്നെ ഡോക്കിങ് കണ്ട സമയത്ത് ഒരു ഇൻഡർസ്റ്റെല്ലാർ കണ്ട ഫീൽ, അങ്ങനെ അത്രയും നൈസായിട്ട് തന്നെ സാധനം ചെയ്തു. എവിടെയും ഈ പറയുന്ന ഗ്രാഫിക്സ് ഒന്നും എവിടെയും മോശമായിട്ടില്ല, എല്ലാം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എങ്ങനെ ഇവർ മൾട്ടിവേഴ്സിൽ പോകുന്നു എന്നറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി സ്റ്റില്ലുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിനിമയിൽ മൾട്ടിവേഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ 2 ക്രെഡിറ്റ് സീനുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു എൻ ക്രെഡിറ്റ് സീൻ. 2 ക്രെഡിറ്റ് സീൻ നിങ്ങൾ കാണുക. അതിലെ മിഡ് ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് നമ്മൾ ഇനി 1.5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡൂംസ്ഡേ കാണാനല്ല. അപ്പോൾ അത്രയും നാൾ നമ്മൾ ആ ഒരു വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എനർജി നമുക്ക് ഈ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ തരുന്നു എന്നുള്ളതാണ്. പിന്നെ യൂഷ്വലി എല്ലാ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളിലും ഈ പറയുന്നത് പോലെ തന്നെ വിക്ടർ വാൻ ഡൂം എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സിലുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ എവിടെയും വിക്ടർ വാൻ ഡൂമിൻ്റെ ഒരു പേര് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ട്,
ഈ ഒരു യൂണിവേഴ്സിൽ ഇനി വിക്ടർ ഇല്ലേ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം ഇല്ലേ എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇനി ഡോക്ടർ ഡൂം ആരാണ് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് അറിയേണ്ടി വരും, അല്ലെങ്കിൽ ഡൂംസ്റ്റേ കാണേണ്ടി വരും. എന്തായാലും ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് നിങ്ങൾ മിസ് ചെയ്യരുത് ഒരിക്കലും. അത് വേറെ ലെവൽ സാധനമാണ് എന്നുള്ളതാണ്. അപ്പം തണ്ടർ ബോൾസിൽ ഈ പറയുന്ന ഫാന്റാസ്റ്റിക് ഫോർ തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായിരിക്കും ഈ പറയുന്ന ഡൂംസ്റ്റേയിലോട്ട് ലീഡ് ചെയ്യുന്നൊരു സാധനം. അത് ഈ പറയുന്നത് പോലെ തന്നെ ഫ്രാങ്കിളിനെ ഡോക്ടർ ഡൂം സ്റ്റീൽ ചെയ്യുന്നതാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ എന്തെങ്കിലും വലിയ ഇവൻസ് ഇനി നടക്കാനായിട്ടുണ്ടോ. എന്തായാലും ഈ പറയുന്ന അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ടൈമിലായിരിക്കും ഫാന്റാസ്റ്റിക് ഫോർ. പിന്നെ റീഡ് റിച്ചാർഡ്സ് ആയിരിക്കും ഈ അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യുന്നതും ഈ 2 സിനിമകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് കാണിച്ചു പോകുന്നത്. ഒരു അടിപൊളി സിനിമ, മാർവലിൻ്റെ ഒരു കമ്പാക്ക് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നൈസായിട്ട് സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കോമിക്ക് കാണുന്ന ഒരു ഫീല്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഞാൻ സ്റ്റോറിയെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അവിടെ എവിടെയും ട്രെയിലറിൽ കണ്ട സാധനങ്ങളെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ഗൈസ്.